നമസ്കാരം. 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 എന്റെ പിഷു ഒന്നും പറയണ്ട. എന്താണ് മൊത്തത്തിൽ എന്തൊരു പ്രശ്നമുള്ള പോലെ കണക്കിന് രക്ഷപ്പെട്ടു പോകുന്നു പറഞ്ഞാൽ മതിയല്ല. എവിടായിരുന്നു? എന്നാ ഞാൻ ഇവിടുന്ന് പോയില്ലേ, ഒരു ഹോട്ടലിൽ പണിക്കെന്നും പറഞ്ഞു പോയില്ലേ. ഓ, നമ്മളൊക്കെ അതിൽ വലിയ ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരുന്നു. നിങ്ങൾ പണിയെടുത്ത് തിന്നാൻ തീരുമാനിച്ചതിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് സന്തോഷം. മാത്രമല്ല ഹോട്ടലിൽ തന്നെ ആയിരുന്നു ജോലി എന്നുള്ളതുകൊണ്ട് പണിയെടുക്കലും തിന്നലും അവിടുന്ന് തന്നെ നടക്കും. അതുകൊണ്ടാണ് വിട്ടത്. അല്ലെ പിഷു, ഞാൻ ഓർക്കണേ, പിഷു ഒക്കെ എത്രയോ നല്ലവനാണ് ഞാൻ ഓർക്കണ്. അത് വെച്ച് നോക്കുമ്പോ അല്ലേ ഇപ്പൊ മനസ്സിലായേ? ശരിക്കും ഞാൻ സത്യം പറയട്ടെ, ഞാൻ അവിടെ ചെന്നാ മുതലാളിയില്ല, കടറ മുതലാളി, അയാൾ എന്നെ അവിടെ ചെയ്യാത്ത അക്രമങ്ങളില്ല. എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുക, പാത്രം തേച്ച് കഴിക്കുക, പുട്ടുണ്ടാക്കുക, നട്ടുപൊടിച്ചയാള്. പിന്നെ ഹോട്ടലിൽ അതൊക്കെ അല്ലാണ്ട് ഹോട്ടലിൽ പാരടി എഴുതി പാടി ജീവിക്കാൻ പറ്റുമോ? അല്ല, ഞാൻ ഓർക്കാണ് അത്രയൊക്കെ അക്രമം ചെയ്യണ ആ ചെറ്റനേക്കാളും ഒക്കെ എത്രയോ നല്ലവനാണ് പിഷാരടി. ആ, ഇപ്പൊ എന്താണ് ഹോട്ടലിൽ എന്താ പ്രശ്നം ഉണ്ടായത്? ഹോട്ടലിലെ പ്രശ്നം ഞാൻ പറയാ, അതിലേട്ടാ വന്നത്. ജൂണ് മാസോണ് കയ്യിൽ 5 പൈസയില്ല. ജൂണ് മാസോണ് കയ്യിൽ 5 പൈസയില്ല. മുതലാളിയാകെ മോശം, മീശ കൊണ്ടു വാശിലേശം. മുതലാളിയാകെ മോശം, ധൃതിയാണ് ആകെ പണിയ. ജൂണ് മാസോണ് കയ്യിൽ 5 പൈസയില്ല. മുതലാളിയാ ചമഞ്ഞൊരാ എൻ്റെ ചായക്കടയുടെ അടുക്കളപ്പടി കയറി വന്നൊരാ. ദോശ ചുട്ടിയില്ലേ, നീ ചമ്മന്തി അരച്ചില്ലേ, ആട്ടുകല്ലിലെ ഉഴുന്ന് പരിപ്പ് നീ അരച്ചില്ലേ. ദോശ ചുട്ടിയില്ലേ, നീ ചമ്മന്തി അരച്ചില്ലേ, ആട്ടുകല്ലിലെ ഉഴുന്ന് പരിപ്പ് നീ അരച്ചില്ലേ. കേശവ ഒന്നു വന്നിടാ, ഈ കഴുകാത്ത പ്ലേറ്റ് നിന്റെ അപ്പം കഴുകോടാ. കേശവ ഒന്നു വന്നിടാ, ഈ കഴുകാത്ത പ്ലേറ്റ് നിന്റെ അപ്പം കഴുകോടാ. ദോശ ചുട്ടിയില്ലേ, നീ ചമ്മന്തി അരച്ചില്ലേ, ആട്ടുകല്ലിലെ ഉഴുന്ന് പരിപ്പ് നീ അരച്ചില്ലേ. ഇത് അരച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ആക്ഷനെ കണ്ടിട്ട്. നല്ലോണം ചെയ്തിട്ടുണ്ട്. അത്രയും എന്നെ അവിടെ ഇട്ട പുള്ളി കഷ്ടപ്പെടുത്തി. ഏറ്റവും നല്ലത് പിഷാരടി തന്നെ. ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. അയ്യോ,